വൈഭവ് സൂര്യവംശി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു പരാജയമോ? ഇതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ സഞ്ജു സാംസണെ ഒഴിവാക്കിയാണ് വൈഭവ് സൂര്യവംശിക്ക് സെലക്ടർമാർ സ്ഥാനം നൽകിയത്. ആദ്യ മത്സരത്തിൽ ഓപ്പണിംഗിന് ഇറങ്ങിയ വൈഭവ് സൂര്യവംശി നേടിയത് 10 പന്തുകളിൽ 14 റൺസ് മാത്രമാണ്. എന്നാൽ അതെല്ലാവരും കണ്ണടച്ചു. കാരണം തുടക്കത്തിലെ 2 സിക്സറുകളെല്ലാം നേടി നല്ലൊരു ടച്ചിൽ നിൽക്കുകയായിരുന്നു വൈഭവ് സൂര്യവംശി. അതിനുശേഷം നിർഭാഗ്യവശാൽ അദ്ദേഹം പുറത്തായി എന്ന് തന്നെ എല്ലാവരും കരുതി. എന്നാൽ രണ്ടാം മത്സരത്തിലും സ്ഥിതി സമാനമായിരുന്നു. സിക്സുകൾ നേടി, പക്ഷേ നേടിയത് 5 പന്തിൽ 13 റൺസ്. മൂന്നാം മത്സരത്തിലോ 10 പന്തിൽ 14 റൺസ്. ഇതിലും ഒരു സിക്സർ നേടിയിട്ടുണ്ട്. പക്ഷേ ടീമിന് അതെന്ത് ഗുണമാണ് ഉണ്ടാക്കിയത്? ഒരു ലോങ് ഇന്നിങ്സ് ആണ് ഒരു ഓപ്പണറിൽ നിന്ന് ടീം പ്രതീക്ഷിക്കുന്നത്. വന്നു കയറി ഒരു സിക്സ് അടിച്ച് 13-14 റൺസ് എടുത്ത് പുറത്താകുന്ന ഒരു ഇന്നിങ്സ് ആണോ വൈഭവ് സൂര്യവംശിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ വെറും 1 റൺ എടുത്ത് പുറത്തായതിന് പിന്നാലെയാണ് ബാക്കിയുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കി വൈഭവിന് സ്ഥാനം നൽകിയത്. പക്ഷേ വൈഭവ് വന്നതിന് ശേഷം ഒരു മത്സരം പോലും ഇന്ത്യ ജയിച്ചിട്ടില്ല. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ബാക്കി 3 മത്സരത്തിലും ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു. ബാറ്റർമാർ മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുക്കാത്തതാണ് ഇതിന് കാരണം. വൈഭവ് സൂര്യവംശി മാത്രമല്ല, രണ്ടാമത്തെ T20 മാറ്റി നിർത്തിയാൽ അഭിഷേക് ശർമ്മയും സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. ഇഷാൻ കിഷനും അതേ പാതയിലാണ്. ഒരു T20യിൽ 40 പന്തിൽ 49 റൺസ് നേടിയത് മാത്രമാണ് അദ്ദേഹത്തിൽ നിന്നുള്ള സംഭാവന. പക്ഷേ T20യിൽ 40 പന്തുകൾ കളിച്ച് വെറും 49 റൺസ് നേടുന്നത് വലിയൊരു പാതകം തന്നെയാണ്. കാരണം ഓരോ ബോളിനും T20യിൽ വിലയുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ വെറും 4 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. അയർലൻഡിനെതിരെ നടന്ന സീരീസിൽ 2-0 ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരുന്നു. ആ മത്സരത്തിലും സഞ്ജുവും അഭിഷേകും പരാജയം തന്നെയായിരുന്നു. പക്ഷേ ഒരു വേൾഡ് കപ്പ് ഹീറോയെ ഒരു 3 മത്സരത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പുറത്താക്കിയതിനെതിരെ കടുത്ത വിമർശനം വരുന്നുണ്ട്. മാത്രവുമല്ല, സിംബാബ്വെ സീരീസിൽ നിന്നും സഞ്ജുവിനെ പുറത്താക്കിയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് പകരം കൊണ്ടുവന്ന IPL വെടിക്കെട്ട് പ്രകടനം നടത്തിയ ഇന്ത്യ എക്ക് വേണ്ടിയും ഒരു മത്സരത്തിൽ വെടിക്കെട്ട് പ്രകടനം നടത്തിയ വൈഭവ് സൂര്യവംശി സമ്പൂർണ്ണ പരാജയമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു T20 മത്സരം കൂടി ബാക്കിയുണ്ട്. അതും കൂടി ഇന്ത്യ തോറ്റു കഴിഞ്ഞാൽ തുടർച്ചയായി 2 സീരീസുകൾ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു എന്ന റെക്കോർഡ് ഇന്ത്യക്ക് സ്വന്തമാക്കാം. ഇന്നലത്തെ മത്സരത്തിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്നത്. അദ്ദേഹം 50 പന്തിൽ 80 റൺസ് നേടി. അദ്ദേഹം നേടിയ 80 റൺസിന്റെ ബലത്തിലാണ് ഇന്ത്യ 158 എന്ന മോശമല്ലാത്തൊരു സ്കോറിലേക്ക് എത്തിയത്. പക്ഷേ ഈ മോഡേൺ T20യിൽ 158 എന്ന് പറയുന്നത് ഒരു സ്കോർ പോലുമല്ല. 200-ഉം 250-ഉം ഒക്കെ ചേസ് ചെയ്യപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇംഗ്ലണ്ട് അനായാസമായി 9 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യക്കെതിരെ നേടിയത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ തിലക് വർമ്മയെല്ലാം സമ്പൂർണ്ണ പരാജയമായി മാറിക്കഴിഞ്ഞു. തിലക് വർമ്മയ്ക്കെതിരെ അതിശക്തമായ വിമർശനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്രബിന്ദു വൈഭവ് സൂര്യവംശി തന്നെയാണ്. അദ്ദേഹത്തിന് അവസരം കൊടുക്കാത്തതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ തന്നെ അയർലൻഡ് സീരീസിൽ നടന്നിരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ട് സീരീസിൽ 2ാം മത്സരം മുതൽ അവസരം നൽകിയപ്പോൾ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് പലരും പറഞ്ഞത്, IPLിലെ പ്രകടനം നോക്കി അതുപോലെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പ്രകടനം നടത്താൻ കഴിയില്ല എന്ന്. കാരണം ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ പ്രഷർ വളരെ വലുതാണ്. ഈ സീരീസിൽ വൈഭവ് സൂര്യവംശി 2 വട്ടം പുറത്താക്കിയത് ആർച്ചറാണ്. ആർച്ചർ രാജസ്ഥാൻ റോയൽസിൽ വൈഭവ് സൂര്യവംശിന്റെ ടീം മേറ്റാണ്. വൈഭവിന്റെ ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് ആർച്ചറിന് വ്യക്തമായി അറിയാമായിരിക്കണം. അതെല്ലാം ആർച്ചർ ആയുധമായി ഇവിടെ ഉപയോഗിക്കുന്നുമുണ്ട്. ഇനി ഒരു മത്സരം കൂടി ബാക്കിയുണ്ട്. ഇന്ത്യ ഇപ്പോൾ സീരീസ് തോറ്റു കഴിഞ്ഞു. തുടർച്ചയായി 2 സീരീസുകളാണ് ഇന്ത്യ ഇപ്പോൾ തോറ്റിരിക്കുന്നത്. ഈ ഒരു മത്സരം വിജയിച്ച് നാണക്കേടിൽ നിന്ന് ഒഴിവാകാനാകും ഇന്ത്യയുടെ ശ്രമം. ഇന്ത്യൻ പ്ലേയിങ് 11-ൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ, അതോ ഇതേ പ്ലേയിങ് 11 ഇന്ത്യ തുടരുമോ എന്നറിയണം. കാരണം വെറും 3 മത്സരങ്ങൾ മാത്രം നൽകി വൈഭവ് സൂര്യവംശിയെ ഒഴിവാക്കാൻ സാധിക്കില്ല. അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് തകർക്കുന്നതിന് തുല്യമായിരിക്കും. എന്തായാലും അടുത്ത T20 മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം.